എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഏതാണ് ദി ബെസ്റ്റ് യാൺ ഫോർ ബിഗിനേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എപ്പോഴും എൻ്റെ അടുത്ത് ചോദിക്കാറുള്ള ഏതാ ഏറ്റവും നല്ലതാണ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ. അപ്പം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഞാനിപ്പോൾ ഒരു 6 to 7 years ആയി ഈ ഫീൽഡിൽ. അപ്പോൾ ഞാൻ ഓരോരോ യാൺസ് എക്സ്പെരിമെൻ്റ് ചെയ്താണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഒരു കൺക്ലൂഷനിലെത്തിയത്. ലൈക്ക് ആസ് ഓഫ് നൗ എൻ്റെ ഒരു ഫേവറേറ്റ് ബ്രാൻഡ് ഉണ്ട്, അതാണ് ഗംഗ അക്രോബൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ്. അപ്പം അവരുടെ കോട്ടൺ ഡിലൈറ്റ് എന്ന് പറയുന്ന യാണാണ് എനിക്ക് ഇപ്പോൾ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. ബിക്കോസ് ആ ബ്രാൻഡിൻ്റെ യാണ് തിക്നെസ് നല്ലതാണ് ആൻഡ് അത് ടൈറ്റ്ലി വോവൺ ആയിട്ടുള്ള ഇതാണ് അതിൻ്റെ ത്രെഡ്. ഓക്കെ, ലൂസല്ല. ഇപ്പം മറ്റ് ബ്രാൻഡുകളിൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ ത്രെഡ്സ് കുറച്ച് ലൂസായിരിക്കും. ത്രെഡ്സ് ലൂസ് ആകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലൈക്ക് ആസ് ബിഗിനേഴ്സ് നമുക്ക് പറ്റണമെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി കയറാം. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനെ വലിച്ച് എടുത്തൊക്കെ നോക്കുമ്പോഴത്തേനും സ്റ്റിച്ചിൻ്റെ ലൈക്ക് ആസ് ഇൻ ത്രെഡ്സിൻ്റെ ഇടയിൽ കൂടെ ഹുക്ക് കയറും. അപ്പോൾ നൂല് കുറച്ചും കൂടെ ലൂസാവും. അല്ലെങ്കിൽ ലൂസായിട്ടുള്ള ഓൾറെഡി ലൂസ് ത്രെഡ്സ് ആണെങ്കിൽ അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് ഇപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ഗംഗ അക്രോബൂൾസിൻ്റെ കോട്ടൺ ഡിലൈറ്റ് എന്ന് പറയുന്ന വേരിയൻറ്റ് നല്ലതാണ്, എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി അതിൻ്റെ കുറച്ച് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. കുറച്ച് കളേഴ്സും അവൈലബിൾ ആണ്. സോ ഇഫ് യു വാണ്ട് യു ക്യാൻ ജസ്റ്റ് DM me ഏത് കളറ് വേണ്ടതെന്നുള്ള ഞാനിപ്പോൾ കാണിച്ചു തരാം.